ഹായ് ഫ്രണ്ട്സ്, മീ4ഇ ടെക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് വോട്ടർ ID കാർഡിന് വേണ്ടി എങ്ങനെ അപേക്ഷ സമർപ്പിക്കാം, അതും നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിലൂടെ. ഏറ്റവും സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രോസസ്സാണ്. അതുകൊണ്ട് നമ്മുടെ ഫോണിലൂടെ ഇത് എങ്ങനെ വ്യക്തമായി ചെയ്യാൻ കഴിയും എന്ന് ഈ വീഡിയോയിലൂടെ വ്യക്തമായി കാണിച്ചു തരുന്നുണ്ട്. അപ്പം വീഡിയോ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ 2026 ജനുവരിയിൽ മുന്നേ തന്നെ 18 വയസ്സ് പൂർത്തിയായവർക്കും, അതുപോലെ തന്നെ 2026 ജനുവരിയിൽ 18 വയസ്സ് പൂർത്തിയാകുന്നവർക്കും ഇങ്ങനെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നിങ്ങളുടെ ഈ പ്ലേ സ്റ്റോർ, ഫോണിലെ മൊബൈലിലെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. അവിടെ സെർച്ച് ബാറിൽ വോട്ടർ ഹെൽപ്പ് ലൈൻ എന്ന് എൻ്റർ ചെയ്യുക. അപ്പം ആദ്യം വന്നിരിക്കുന്ന ആ ഒരു ആപ്ലിക്കേഷൻ അത് ഇൻസ്റ്റാൾ ചെയ്യുക. തുടർന്ന് ഓപ്പൺ ചെയ്യുക. അപ്പൊ ഇങ്ങനെ ഒരു ഇന്റർഫേസ് വരും. ഇവിടെ ആദ്യമായിട്ട് നമ്മൾ നേരത്തെ ഈ ആപ്ലിക്കേഷൻ എടുത്തിട്ടില്ലെങ്കിൽ ന്യൂ യൂസറാണ് നമ്മൾ എൻ്റർ ചെയ്ത് പോകേണ്ടത്. ഞാൻ നേരത്തെ എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ മൊബൈൽ നമ്പർ കൊടുത്ത് മുന്നോട്ട് പോവുകയാണ്. അവിടെ സെൻഡ് OTP. അപ്പൊ ഇങ്ങനെ ഒരു ഇന്റർഫേസ് വന്നു. ഇവിടെ വോട്ടർ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ആദ്യം കാണുന്ന ആ ലിങ്കിലാണ് ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ഇവിടെ വരികയുണ്ടായി. ഈ ഇന്റർഫേസിൽ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ഫോം 6 ആണ്. ഇപ്പം ന്യൂ വോട്ടർ രജിസ്ട്രേഷന് വേണ്ടി നമ്മൾ ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഫോം 6 നമ്മൾ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട ലാംഗ്വേജ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്തെടുക്കാം. ലാംഗ്വേജ് സെലക്ട് ചെയ്തതിന് ശേഷം ഫോം 6 നമ്മളാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അതുകൊണ്ട് ന്യൂ വോട്ടർ രജിസ്ട്രേഷൻ എന്നുള്ള ഭാഗത്ത് ഈ ഫോം 6 ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇങ്ങനെ ഒരു ഇന്റർഫേസ് വന്നു. ഇവിടെ നമ്മുടെ എപ്പിക് നമ്പറോ അല്ലെങ്കിൽ ഇമെയിൽ ID അതുപോലെ തന്നെ രജിസ്റ്റർ, നമ്മളിപ്പം ഇതിൻ്റെ അകത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറോ ഉപയോഗിച്ച് നമുക്ക് ലോഗിൻ ചെയ്ത് നമുക്ക് പ്രവേശിക്കാവുന്നതാണ്. അപ്പൊ നമ്മളിവിടെ നമ്മുടെ മൊബൈൽ നമ്പർ ഒന്നുകൂടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ കാണുന്ന ക്യാപ്ച, ഈ ക്യാപ്ച കൃത്യമായിട്ട് വായിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നമുക്കിവിടെ ഓഡിയോ ഉണ്ട്, അതിൻ്റെ അകത്തൂടെ അത് കേൾക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരു OTP നമ്മുടെ രജിസ്റ്റേർഡ് ഫോണിലേക്ക് വരും. ആ OTP നമ്മൾ എത്രയാന്ന് വെച്ചാൽ അത് കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസിലേക്ക് നമ്മൾ വന്നു. ഇവിടെ നമ്മൾ ഈ കാണുന്ന ഈ ഭാഗം നമുക്ക് ക്ലോസ് ചെയ്ത് മുന്നോട്ട് പോകാം. ഫോം 6 ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പൊ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് വന്നു. ഇവിടെ നമുക്ക് ലാംഗ്വേജ് തിരഞ്ഞെടുക്കാം. ഇപ്പൊ ഇവിടെ ഇംഗ്ലീഷാണ് കിടക്കുന്നത്. ഞാൻ ഇംഗ്ലീഷിൽ തന്നെ തുടർന്ന് പോവുകയാണ്. ഇവിടെ നമ്മുടെ സ്റ്റേറ്റ്, നമ്മുടെ ഇലക്ട്രോൾ രജിസ്ട്രേഷൻ ഓഫീസറുടെ ആ സ്റ്റേറ്റ് ഇവിടെ കൃത്യമായിട്ട് തിരഞ്ഞെടുക്കുക. സ്റ്റേറ്റ് ഞാൻ കേരള തിരഞ്ഞെടുത്തു. അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുക. ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ തിരഞ്ഞെടുത്താൽ മതി. നമ്മുടെ അസംബ്ലി മണ്ഡലം ഇവിടെ കാണിച്ചിട്ടുണ്ട്. ആദ്യത്തെ അസംബ്ലി മണ്ഡലമാണ്, രണ്ടാമത്തെ പാർലമെന്ററി മണ്ഡലമാണ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഏതാ വേണ്ടെന്ന് വെച്ചാൽ നമുക്ക് അത് തിരഞ്ഞെടുക്കാം. സെലക്ട് AC അവിടെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ ഇവിടെ ഞാൻ ചങ്ങനാശ്ശേരിയാണ്. ചങ്ങനാശ്ശേരി ഞാൻ സെലക്ട് ചെയ്തെടുക്കുമ്പോൾ നിങ്ങളുടെ ഏതാണോ പ്രദേശം ആ ഡിസ്ട്രിക്റ്റിന്റെ അനുസരിച്ചുള്ള പ്രദേശങ്ങൾ, നിയോജക മണ്ഡലങ്ങൾ ഇവിടെ വരും. അത് കൃത്യമായിട്ട് തിരഞ്ഞെടുക്കുക. ഞാൻ ഇവിടെ ചങ്ങനാശ്ശേരി സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തപ്പോൾ ചങ്ങനാശ്ശേരിയുടെ നമ്പർ 99 അത് കൃത്യമായിട്ട് ഇവിടെ വന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഏത് ഡിസ്ട്രിക്റ്റ് ആണോ കൊടുക്കുന്നത് ആ ഡിസ്ട്രിക്റ്റിന്റെ അനുസരിച്ച് നിങ്ങളുടെ അസംബ്ലി മണ്ഡലത്തിന്റെ നമ്പരും ആ പേരും കൃത്യമായിട്ട് അവിടെ കാണിക്കും. ഈ നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പം നമ്മൾ ആ നെക്സ്റ്റ് ഓപ്ഷനിലേക്ക് താഴേക്ക് തന്നെ വന്നു. അവിടെ ഫസ്റ്റ് നെയിം ഫോളോഡ് ബൈ മിഡിൽ നെയിം. ഇവിടെ നമ്മുടെ ഫസ്റ്റ് നെയിം ഫോളോഡ് ബൈ അതിനെ തുടർച്ചയായിട്ട് നമ്മുടെ മിഡിൽ നെയിമും നമുക്ക് ഇവിടെ കൊടുക്കാം. നമ്മുടെ ഫുൾ നെയിം ഇവിടെ കൃത്യമായിട്ട് തന്നെ കൊടുക്കുക. അപ്പം നമ്മുടെ ആ പേര്, നമ്മൾ എന്താണോ പേര് കൊടുത്തത് അതിന്റെ മലയാളം കൃത്യമായിട്ട് അവിടെ വരും. പിന്നെ ഏതെങ്കിലും സർനെയിം ഉണ്ടെങ്കിൽ നമുക്ക് സർനെയിം ഇവിടെ കൊടുക്കാം. കാരണം നമ്മുടെ ഫോട്ടോ ഇതിനകത്ത് അറ്റാച്ച് ചെയ്യുമ്പോൾ ഡയമെൻഷൻ എന്ന് പറയുന്നത് 4.5 സെന്റിമീറ്ററും അതുപോലെ തന്നെ 3.5 സെന്റിമീറ്ററും ആയിരിക്കണം. അത് 2 MB മുന്നോട്ട് പോകാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മുടെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് വൈറ്റ് മാത്രമായിരിക്കണം. അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ആ ഫോട്ടോ കൃത്യമായ അളവിൽ ചൂസ് ചെയ്ത ഫോട്ടോ നമ്മൾ ആ ഡോക്യുമെന്റ് സൈസൊക്കെ കൃത്യമായിട്ട് നോക്കിയിട്ട് ഇവിടെ ചൂസ് ഫയൽ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പൊ അത് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് സേവ് ചെയ്യുക. അപ്പോൾ ഫേസ് ഡിറ്റക്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവിടെ കാണിക്കും. ഹ്യൂമൻ ഫേസ് ഡിറ്റക്റ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവിടെ കാണിക്കും. അത് കാണിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ആ ഒരു ഭാഗം പ്രൊസീജിയർ ക്ലിയർ ആവുകയുള്ളൂ.
അതിനുശേഷം അവിടെ ഓക്കെ കൊടുക്കുക. ഇനി ഇവിടെ നെക്സ്റ്റ് അടിച്ച് മുന്നോട്ട് പോവുകയാണ്. അപ്പൊ അങ്ങനെ പോകുമ്പോൾ പിന്നെ ചോദിക്കുന്നത് നെയിം ആൻഡ് സർനെയിം ഓഫ് എനി വൺ ഓഫ് ദ റിലേറ്റീവ്, ഏതെങ്കിലും അടുത്ത റിലേറ്റീവ് നമ്മുടെ കുടുംബത്തിലുള്ള ആരുടെയെങ്കിലും ഒരാടെ നമുക്ക് പ്രൂഫ് ഇവിടെ അത്യാവശ്യമാണ്. അപ്പം അവരുടെ ഒരു റിലേറ്റീവ്, ഞാനിവിടെ ഫാദർ എന്നുള്ള ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണ്. ആ അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പേര് ഇവിടെ കൃത്യമായിട്ട് നമ്മുടെ വോട്ടർ ഐ ഡിയിൽ ഉള്ളതുപോലെ തന്നെ ക്ലിയർ ആയിട്ട് ഇവിടെ കൊടുക്കുക. അപ്പൊ താഴോട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ പേര് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ മലയാളത്തിൽ അവിടെ വന്നു കഴിഞ്ഞു. എന്തെങ്കിലും തിരുത്തലുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ആ കീബോർഡ് എടുത്ത് തിരുത്താം. ഇത് ഞാൻ നെക്സ്റ്റ് അടിച്ച് മുന്നോട്ട് പോവുകയാണ്. അടുത്തത് നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ്. അവിടെ മൊബൈൽ നമ്പർ ചോദിച്ചിട്ടുണ്ട്, അതിനുശേഷം ഇമെയിൽ ഐ ഡി. അടുത്തത് ആധാർ ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. ആധാർ നമ്പർ അത് നമുക്കിവിടെ ടിക്ക് മാർക്ക് കൊടുത്ത് മുന്നോട്ട് പോവാം. അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോവുക. അടുത്തായിട്ട് ചോദിക്കുന്നത് നമ്മുടെ ജെൻഡർ ആണ്. അവിടെ ജെൻഡർ ഏതാണെന്ന് വെച്ചാൽ അത് കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് അടിച്ച് മുന്നോട്ട് പോവുക. അപ്പൊ ഈ ഡേറ്റ് ഓഫ് ബർത്തിന്റെ പ്രൂഫ് നമ്മൾ കൊടുക്കുമ്പോൾ അത് സെൽഫ് അറ്റസ്റ്റ് ചെയ്ത കോപ്പി ആയിരിക്കണം എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് ഈ ഡോക്യുമെന്റ്, ഈ സെലക്ട് ഡോക്യുമെന്റിന്റെ അകത്ത് സഹായിക്കുന്ന പ്രൂഫ് ഇതിൻ്റെ അകത്ത് സെലക്ട് ഡോക്യുമെന്റ് കാണിക്കുന്നുണ്ട്. ഈ സെലക്ട് ഡോക്യുമെന്റിൽ ഇത്രയും ഡോക്യുമെന്റ് ആണ് ഇതിൻ്റെ അകത്ത് കാണിക്കുന്നത്. ബർത്ത് സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ആധാർ കാർഡ്, പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, സർട്ടിഫിക്കറ്റ്, മറ്റ് ഇന്ത്യൻ പാസ്പോർട്ട്, ഇതൊക്കെയാണ് ചോദിക്കുന്നത്. ഇതിന്റെ ഉള്ളിലുള്ളതാണെങ്കിൽ നമുക്കിത് കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് നമുക്ക് അതിന്റെ പ്രൂഫ് ഇവിടെ കൊടുക്കാം. ഇതല്ലെങ്കിൽ ഇനി അതർ ഡോക്യുമെന്റ് ആണെങ്കിൽ അത് നോട്ട് ചെയ്ത് അത് ഏതാണെന്നുള്ള അതിന്റെ സ്പെസിഫിക്കേഷൻ ഇവിടെ എഴുതി നമ്മൾ അറ്റാച്ച് ചെയ്യേണ്ടതാണ്. അതിനുശേഷം നമ്മുടെ വീട്ട് അഡ്രസ്സാണ് കൃത്യമായിട്ട് കൊടുക്കേണ്ടത്. അതിവിടെ കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഒരു അഡ്രസ് പ്രൂഫിന് വേണ്ടിയുള്ള ഡോക്യുമെന്റ് ആണ് ഇനി സമർപ്പിക്കേണ്ടത്. അപ്പോൾ അവിടെ നമുക്ക് ഡോക്യുമെന്റ് ഫോർ പ്രൂഫ് ഓഫ് റെസിഡൻസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് ഏതാണോ നമ്മുടെ കൈവശമുള്ളത് ആധാർ കാർഡ് കൊടുക്കാം. അതിനുശേഷം നെക്സ്റ്റ് അടിച്ച് മുന്നോട്ട് പോവുകയാണ്. അതിനുശേഷം നമ്മളോട് ചോദിക്കുന്നത് ഈ ഡിസേബിലിറ്റി ഉള്ള പേഴ്സൺ ആണോ, എന്തെങ്കിലും അംഗവൈകല്യങ്ങൾ നിങ്ങൾക്കുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതിന്റെ കാറ്റഗറി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ചലന വൈകല്യമാണെങ്കിൽ ലോക്കോമോട്ടീവ് നമുക്കിവിടെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. വിഷ്വൽ സംബന്ധിച്ച്, കാഴ്ച സംബന്ധിച്ചുള്ള വൈകല്യമാണെങ്കിൽ ഈ രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഡെഫ്, ഡംബ്, സംസാരശേഷി സംബന്ധിച്ചുള്ള അവശതയാണ് നമുക്കുള്ളതെങ്കിൽ നമുക്ക് ഈ മൂന്നാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആ ഡീറ്റെയിൽസ്, അതിന്റെ കൃത്യമായ ഡിസേബിലിറ്റിയുടെ കാര്യങ്ങൾ നമ്മളിവിടെ കൊടുത്ത് അതിന്റെ പെർസെൻറ്റേജും കൊടുത്തിട്ട് ആ സർട്ടിഫിക്കറ്റ് നമ്മൾ അറ്റാച്ച് ചെയ്ത സർട്ടിഫിക്കറ്റ് നമുക്കിവിടെ പ്രൂഫായിട്ട് കൊടുക്കാൻ കഴിയുന്നതാണ്. ഡിസബിലിറ്റി പേഴ്സൺ അല്ലാത്തത് കൊണ്ട് നെക്സ്റ്റ് അടിച്ച് അടുത്ത ഓപ്ഷനിലേക്ക് പോവുകയാണ്. പിന്നെ ഒരു ഫാമിലി മെമ്പറിന്റെ കൃത്യമായ പേര് ഇവിടെ കൊടുക്കുക. നമ്മുടെ മാതാപിതാക്കളുടെ ആരുടെയെങ്കിലും ഒരാളുടെ പേര് കൊടുക്കാം. അതിനുശേഷം ആ വ്യക്തിയുമായിട്ടുള്ള ആ റിലേഷൻ അതിവിടെ കൃത്യമായിട്ട് ഈ കോളത്തിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ആ വ്യക്തിയുടെ എപ്പിക് നമ്പർ, ആ വ്യക്തിയുടെ വോട്ടർ ഇലക്ഷൻ ഐ ഡി കാർഡ് നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് അടിച്ച് മുന്നോട്ട് പോവുക. അതിനുശേഷം ഡിക്ലറേഷൻ ആണ്. ആ ഡിക്ലറേഷൻ അവിടെ ഫില്ല് ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ്. ഇവിടെ പ്ലേസ് അടിക്കുമ്പോൾ നമുക്ക് അവിടെ ഓപ്ഷനിൽ ഇൻവാലിഡ് കാണിക്കുവാണെങ്കിൽ നമുക്കവിടെ നമ്മുടെ സ്റ്റേറ്റ് നെയിം അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഡേറ്റ് അവിടെ ഡിഫോൾട്ടായിട്ട് അവിടെ വരും. അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ കാണുന്ന ക്യാപ്ച അത് കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. OTP എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് എന്നുള്ള ആ കോളത്തിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം ഇങ്ങനെ നമ്മൾ ആ ഫോം ഫില്ല് ചെയ്ത കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കാണിക്കും. അപ്പൊ ഇതെല്ലാം വ്യക്തമായിട്ട് നമുക്കിതൊന്ന് വായിച്ചു നോക്കാം. നമുക്ക് സബ്മിറ്റ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാവുന്നതുമാണ്. ഇതെല്ലാം സബ്മിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിലോട്ട് വന്നിട്ട് നമുക്ക് ഈ ഒരു ഓപ്ഷനിൽ ഈ ഒരു ഓപ്ഷനിൽ ഹോം പേജിൽ വന്നു കഴിയുമ്പോൾ ഇവിടുന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കാണാം ട്രാക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്നുള്ളത്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് എൻ്റർ റെഫറൻസ് നമ്പർ എന്നുള്ള ഭാഗത്ത് നമ്മുടെ ട്രാക്ക് ആപ്ലിക്കേഷൻ നമ്പർ, നമുക്കൊരു ആപ്ലിക്കേഷൻ നമ്പർ അവിടെ ലഭിക്കും. അത് കോപ്പി ചെയ്ത് വെക്കുക. നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ്. ആ നമ്പർ വെച്ചിട്ട് നമ്മളിത് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ കുറിച്ചുള്ള സ്റ്റാറ്റസ് നമുക്ക് അവിടെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ ഇതെല്ലാം സമർപ്പിച്ച് കഴിയുമ്പോൾ ഒരു ട്രാക്കിംഗ് ID നമുക്കിവിടെ കാണാൻ പറ്റും. ഈ ട്രാക്കിംഗ് ID വെച്ച് നമുക്ക് അത് ഫോളോ അപ്പ് ചെയ്യാം. നമ്മുടെ പ്രദേശത്തിന്റെ BLOമാര്, ബൂത്ത് ലെവൽ ഓഫീസർമാര് ഇത് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുകയും അതിനുശേഷം നമുക്ക് പോസ്റ്റലായിട്ട് നമ്മുടെ ഈ ID കാർഡ് നമ്മുടെ കയ്യിൽ കിട്ടുകയും ചെയ്യും.
നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.